കൺട്രീസിലാണ് ആദ്യമായിട്ട് നമ്മൾ എർത്ത് ഡേ ആഘോഷിക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. US-ലാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. April 22 എല്ലാ കൊല്ലവും എർത്ത് ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. 90 മുതലാണ് ഗ്ലോബലി ഇത് ആചരിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഈ കൊല്ലത്തെ എർത്ത് ഡേയുടെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് അവർ പവർ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്നൊരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളതും. 2030 ആവുമ്പോഴത്തേക്കും റിന്യൂവബിൾ എനർജി സോഴ്സസുകളുടെ ഉപയോഗം 3 ഇരട്ടി കൂട്ടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് ആ തീമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ വെബിനാർ സംഘടിപ്പിക്കുന്നത് TBAC ആണ്, ട്രോപ്പിക്കൽ ബയോഡൈവേഴ്സിറ്റി ആക്ഷൻ ആൻഡ് റിസർച്ച് സെന്റർ. നമ്മളൊരു 8 ഏർലി കരിയർ റിസർച്ചേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൺസർവേഷനിലും റീസ്റ്റോറേഷനിലും സസ്റ്റൈനബിലിറ്റിയിലുമാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് സയൻസും ലേമാനും അല്ലെങ്കിൽ സയൻസും സാധാരണക്കാരും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. കൂടുതലായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ് റീജിയനിലും ഇന്ത്യനെ ചുറ്റിപ്പറ്റിയിട്ടും ഇന്ത്യയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും നോക്കുന്നത്. അപ്പൊ നമുക്ക് അധികം വൈകാതെ ഇന്നത്തെ വെബിനാറിലേക്ക് കടക്കാം. ഇന്നത്തെ വെബിനാർ നമുക്ക് എടുക്കുന്നത് ഗോകുലാണ്. ഗോകുൽ ഇപ്പം ഷെച്ചിൻസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പോളണ്ടില് ന്യൂക്ലിയർ ഫിഷനിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്. അദ്ദേഹം മലയാളിയാണ്. അപ്പോ ഫിഷനിലൂടെ റിന്യൂവബിൾ എനർജി സോഴ്സസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ പഠനം എന്ന് പറയുന്നത്. അപ്പൊ കൽക്കരി മുതൽ നക്ഷത്രങ്ങൾ വരെ എന്നുള്ള ഒരു വിഷയത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് വെബിനാർ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കുറച്ചു നേരം നമുക്ക് അദ്ദേഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഒരു 45 മിനിറ്റ്സ് ക്ലാസ്സും അതിനുശേഷം ഒരു 15 മിനിറ്റ് ഇന്ററാക്ഷനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലാസ്സിന് ശേഷം ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും തരും. അത് പൂരിപ്പിച്ച് അയച്ചു കഴിയുന്നവർക്ക് എല്ലാവർക്കും തന്നെ സർട്ടിഫിക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ അറ്റൻഡൻസ്, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വെബിനാർ കഴിയുന്നത് വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് അധികം വൈകാതെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഗൂഗിളിനെ ക്ഷണിക്കുകയാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, വെബിനാർ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. ഹലോ ഏഞ്ചൽ ആൻഡ് ഹലോ എവരിബഡി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓഡിയബിൾ ആണോ? കേൾക്കാം ഗൂഗിൾ. എനിക്ക് ചെറിയ റേഞ്ചിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് വലിയ പ്രശ്നങ്ങളാവില്ല എന്ന് നമുക്ക് ശുഭപ്രതീക്ഷയോട് കൂടി കടക്കാം. അപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ഓണാക്കി വെച്ച് നമുക്ക് നോക്കാം. എന്തെങ്കിലും ലൈനിൽ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെല്ലെ വീഡിയോ ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ എന്നാൽ നമുക്ക് മെല്ലെ നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻസിലേക്ക് കടന്നാലോ. എന്റെ പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഒരു സെക്കൻഡ്. പ്രസന്റേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് ഗൂഗിൾ. ഓക്കെ, let's go. So, a journey from coal to stars, a quest of sustainable power എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിഷയം. അപ്പൊ നമ്മൾ ഇതിൽ മെയിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മളുടെ എനർജി സോഴ്സുകളുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി, ഒരു ചെറിയ ചരിത്രത്തിനെ പറ്റി നമ്മൾ ആദ്യം കാണും. അതിനുശേഷം എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്തത്, ഇന്ന് നമ്മളുടെ എനർജി എവിടെ എത്തി നിൽക്കുന്നു, എത്രത്തോളം സസ്റ്റൈനബിൾ അല്ലെങ്കിൽ ഗ്രീൻ ആണ് നമ്മൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ബ്രീഫ് ഔട്ട്ലുക്ക് നമ്മളൊന്ന് കാണും. അതിനുശേഷം പിന്നീട് എൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളും, അതായത് ഒരു റിന്യൂവബിൾ, ഒരു ന്യൂ പോർട്ടബിൾ എനർജി റിസോഴ്സിന്റെ ഒരു ഡെവലപ്മെന്റിലാണ് ഞാനിപ്പോൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ആശയങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാം തന്നെ ഞാൻ വെൽക്കം ചെയ്തുകൊള്ളുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ടോക്കിന്റെ ഇടയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ടോക്ക് കഴിഞ്ഞിട്ടുള്ള സംവാദത്തിന്റെ സെക്ഷനിലാണെങ്കിലും നമുക്ക് അതിലേക്കൊക്കെ കടക്കാം.
ആക്ച്വലി ഞാൻ ന്യൂക്ലിയർ ഫിസിക്സിൽ റിസർച്ച് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ന്യൂക്ലിയറിൽ ബോംബ് ഉണ്ടാക്കലാണോ പരിപാടി? 2, നിങ്ങൾക്ക് ഈ റേഡിയേഷനുമായിട്ടൊക്കെ എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഈ റേഡിയേഷനൊക്കെ അടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഹൾക്കായിട്ട് മാറാറുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്യാറുണ്ട്. ആൻഡ് ഏഞ്ചൽ പറഞ്ഞതുപോലെ ആക്ച്വലി ഞാൻ ന്യൂക്ലിയർ ഫിഷനിലല്ല, മറിച്ച് ന്യൂക്ലിയർ ഫ്യൂഷനിലാണ് എന്റെ റിസർച്ച് ചെയ്യുന്നത്. അതിൽ തന്നെ DD ഫ്യൂഷൻസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂഷനിലാണ് റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് അതിൽ സ്പെസിഫിക്കലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്യൂഷന്റെ റേറ്റ് കൂട്ടിക്കൊണ്ട് അതുവഴി കൊമേഴ്സ്യലി ഒരു വയബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ സോഴ്സ് ഡെവലപ്പ് ചെയ്യുക. അതിലാണ് ഇപ്പോ എന്റെ വർക്കുകളും റിസർച്ചൊക്കെ നടക്കുന്നത്. ഇപ്പൊ ഇത് EU ഹൊറൈസൺ ഫ്രെയിംവർക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു റിസർച്ച് പ്രോഗ്രാം, അതായത് ഒരു യൂറോപ്യൻ യൂണിയൻ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. ആക്ച്വലി നമ്മുടെ ടോക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മളുടെ യൂണിവേഴ്സിന്റെ എനർജിയെ പറ്റി പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ എനർജിയെ ഒരു യൂണിവേഴ്സൽ സ്കെയിലിൽ മെഷർ ചെയ്യണം എന്നുള്ളതാണ്. അതിന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കർദഷേവ് സ്കെയിൽ എന്ന് പറയുന്നത്. 1964 റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള നിക്കോളായ് കർദഷേവ് ആണ് ഇത്തരത്തിലുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ഈ ആശയം വളരെ സിമ്പിൾ ആണ്. ഈ പ്രപഞ്ചത്തില് മേ ബി നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല. നമ്മളെപ്പോലെ മറ്റ് സിവിലൈസേഷനുകളും ഉണ്ടായേക്കാം. അവര് ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില സിവിലൈസേഷനുകൾ ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരുടെ എനർജി കൺസംഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? അവരുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സൽ സ്കെയിലിൽ എവിടെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ കർദഷേവ് സ്കെയിൽ നമ്മളെ സഹായിക്കും. അപ്പൊ കർദഷേവ് സ്കെയിലില് അല്ലെങ്കിൽ K സ്കെയിലില് ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ അവര് ജീവിക്കുന്ന പ്ലാനറ്റിന്റെ മുഴുവൻ എനർജിയും അവര് ഹാർനസ് ചെയ്യുകയും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന സിവിലൈസേഷൻസിനെയാണ് നമ്മൾ ടൈപ്പ് 1 സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഭൂമിയിലാണെങ്കിൽ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ എനർജിയും നമ്മൾ ഹാർനസ് ചെയ്യുകയും അത് യൂട്ടിലൈസ് ചെയ്യുകയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സിവിലൈസേഷൻസ് അവരുടെ ഗ്രഹത്തിലുള്ള ക്ലൈമറ്റിനെ വരെ കൺട്രോൾ ചെയ്യാൻ പവറുള്ള സിവിലൈസേഷൻസ് ആയിരിക്കും. ഇനി ടൈപ്പ് 2 എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഈ ജീവിക്കുന്ന, ഇപ്പൊ നമ്മൾ സോളാർ സിസ്റ്റത്തിലാണ് താമസിക്കുന്നത്, നമുക്കറിയാം. സണ്ണാണ് നമ്മളുടെ മദർ സ്റ്റാർ, അതായത് മാതൃനക്ഷത്രം. ഈ പറയുന്ന മാതൃനക്ഷത്രത്തിന്റെ മുഴുവൻ എനർജിയെയും അബ്സോർബ് ചെയ്യാനും അത് അവരുടെ ഓരോ ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിവിലൈസേഷന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള സിവിലൈസേഷനുകളെയാണ് ടൈപ്പ് 2 സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ചിത്രത്തില് അങ്ങനെയുള്ള ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ ഫിഗർ ആണ്. അങ്ങനെയുള്ള സിവിലൈസേഷൻസ് ഒരുപക്ഷെ അവരുടെ മാതൃനക്ഷത്രത്തിന് ചുറ്റും പടുകൂറ്റൻ സോളാർ പാനലുകൾ, നമ്മൾ ഈ കാണുന്ന പോലുള്ള സോളാർ പാനലുകളുടെ ഒരു കേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ സൂര്യന്റെ മുഴുവൻ എനർജിയും അബ്സോർബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസിനെയാണ് നമ്മൾ ടൈപ്പ് 2 സിവിലൈസേഷൻസ് എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് 3 സിവിലൈസേഷൻ ഉണ്ട്. നമുക്കറിയാം നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ക്ഷീരപഥം, അതായത് മിൽക്കി വേ ഗാലക്സിയിലാണ്. ഇത്തരത്തിലുള്ള ഗാലക്സികളുടെ മുഴുവൻ എനർജിയും അബ്സോർബ് ചെയ്യാനും അത് ഉപയോഗിക്കാനും സാധിക്കുന്ന സിവിലൈസേഷനുകളെയാണ് ടൈപ്പ് 3 സിവിലൈസേഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗോഡ് ലെവൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സംസ്കാരങ്ങളായിരിക്കും. കാരണം ഒരു ഗാലക്സിയിലുള്ള എല്ലാ നക്ഷത്രങ്ങളുടെ ചുറ്റും ഇത്തരത്തിലുള്ള കേജുകളൊക്കെ നിർമ്മിച്ച് അവരുടെ ഒക്കെ എനർജി ഹാർനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓഫ് കോഴ്സ് ഗോഡ് ലെവൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന ഒരു സിവിലൈസേഷൻസ് ആയിരിക്കും. അപ്പൊ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസ്, അതായത് അന്യഗ്രഹ ജീവികൾ അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞര് പ്രധാനമായിട്ടും അടിസ്ഥാനമാക്കി നോക്കുന്നത് ഇത്തരത്തിലുള്ള ഈ K സ്കെയിൽ, അതായത് കർദഷേവ് സ്കെയിൽ അനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സിവിലൈസേഷൻസ് ഉണ്ടോ, അവരുടെ സിഗ്നേച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ സെർച്ചസ് പോകുന്നത്. അപ്പൊ ആ കഥ അവിടെ നിൽക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞു വന്നത് ഈ K സ്കെയിലില് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ഹ്യൂമൻ സിവിലൈസേഷൻ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ടൈപ്പ് 1 ആണോ? നമ്മുടെ ഭൂമിയിലുള്ള മുഴുവൻ എനർജിയും നമുക്ക് ഹാർനസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് നോട്ട്. ഇപ്പോഴത്തെ പുതിയ സയന്റിഫിക് കാൽക്കുലേഷൻസ് അനുസരിച്ച് നമ്മൾ 0.72 ഉള്ള ഒരു സിവിലൈസേഷൻ ആണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അതായത് നമ്മൾ ടൈപ്പ് 1 എത്തിയിട്ടില്ല. ടൈപ്പ് 1 തൊട്ട് മുന്നേ ഉള്ള 0.7 എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മുടെ ഹ്യൂമൻസ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുകയല്ല, നമ്മൾ റാപ്പിഡ്ലി മുന്നോട്ടേക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരു ദിവസം കൊണ്ടല്ല ഈ 0.7 എത്തിച്ചേർന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു എനർജി സാഗയാണ് നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ കാണാൻ പോകുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, എവറിത്തിങ് സ്റ്റാർട്ടഡ് നമ്മൾ ഫയർ കണ്ടുപിടിച്ചതിന് ശേഷം, ആ ഫയറിനെ മാസ്റ്റർ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്
ആക്ച്വലി നമ്മൾ ഈ കെ സ്കെയിലിൽ നമ്മുടെ എൻട്രൻസ് അറിയിച്ചത്. ആദ്യമായിട്ട് മനുഷ്യൻ കാട്ടുതീയിൽ നിന്ന് നമ്മുടെ ഫയർ കാണുകയും ആ ഫയറിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പഠിക്കുകയും ചെയ്തു. അതോടുകൂടി നമ്മുടെ എനർജി ടൈം ലൈൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ബ്രോൺസ് ഏജിലേക്ക് വന്നതോടുകൂടി നമ്മൾ കൂടുതൽ, അപ്പോഴും മസിൽ പവർ ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ സയൻസ്, ടെക്നോളജി, ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റുകൾ അതിന്റെ ശൈശവ ദശയിൽ ഈ ഒരു ഏജിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ എനർജി ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങി. അതോടുകൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട് 10⁵ വാട്ട്സ്, അതായത് അത്രയും എനർജിയാണ് അല്ലെങ്കിൽ അത്രയും പവർ ആണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പെർ സെക്കൻഡ്. അപ്പൊ ബ്രോൺസ് ഏജിലേക്ക് കടന്നതോടുകൂടി നമ്മൾ പെർ സെക്കൻഡ് 10⁻7 വാട്ട്സ് യൂസ് ചെയ്യുന്ന ഒരു സിവിലൈസേഷൻ ആയിട്ട് മാറി. അതിനുശേഷം AD 1500 മുതൽ 1500 വരെയുള്ള ഒരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിലാണ് വളരെ സുപ്രധാനമായിട്ടുള്ള നമുക്ക് VIP എന്ന് പറയാവുന്ന ഒരാള് എൻ്റർ ചെയ്തത്. കോൾ, അതായത് കൽക്കരി. ആ സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും കുതിരശക്തി, അതായത് ഹോഴ്സസ്, കാറ്റിന്റെ ശക്തിയിൽ പ്രവർത്തിക്കുന്ന വിൻഡ് മില്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അരി പൊടിപ്പിക്കൽ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിലും മറ്റും ചൂട് ഉണ്ടാക്കുന്നതിനുള്ള പർപ്പസിന് വേണ്ടിയിട്ട് കോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ കോള് ഈ പറയുന്ന AD 500 കണ്ടുപിടിച്ചൊരു സംഗതിയല്ല. ഇത് പുരാതന കാലം തൊട്ട് തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു വലിയ സ്കെയിലില് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുന്നത് ഈ പറയുന്ന AD 500 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കർദശീയ സ്കെയിലിൽ പിന്നെയും ഒരു ലെവലും കൂടി മുന്നോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് ഈ 1750 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടം. നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ മനുഷ്യന്റെ ഈ ഒരു സിവിലൈസേഷനെ ഒരു ടിപ്പിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അതിലൊരു ലീപ്പ്, ഒരു കുതിച്ചുചാട്ടം സമ്മാനിച്ച ഒരു കാലഘട്ടമാണ് ഈ 1750 തൊട്ട് 1900 എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, അതായത് വ്യാവസായിക വിപ്ലവം ഉണ്ടായത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഇത് നമുക്ക് എനർജി സ്കെയിലുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു, നമ്മൾ നിന്നിരുന്നത് 10⁵5, 7, 8 എന്നുള്ള നിലയിലൊക്കെ നിന്നിരുന്ന നമ്മൾ ഒറ്റയടിക്ക് 10⁻11 വാട്ട്സ് പെർ സെക്കൻഡ് ഉപയോഗിക്കുന്ന ഒരു സിവിലൈസേഷൻ ആയിട്ട് മാറി. ഇപ്പൊ 10⁻11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കഴിഞ്ഞതിന് ശേഷം ബാക്കി 11 പൂജ്യങ്ങൾ, അത്രയും ഉയർന്ന തോതിലുള്ള എനർജി ഉപയോഗിക്കുന്ന ഒരു സംസ്കാരമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടം ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്കുണ്ടായി. ആൻഡ് ഇതിന് പ്രധാനപ്പെട്ട ചുക്കാൻ പിടിച്ചത് സ്റ്റീം, കോൾ, സയൻസ് ആൻഡ് ഷീപ്പ്. ആവി, കൽക്കരി, ശാസ്ത്രം, പിന്നെ കുറച്ച് ചെമ്മരിയാടുകൾ. ആക്ച്വലി 1769 ജെയിംസ് വാട്ട് ആവി യന്ത്രം കണ്ടുപിടിക്കുന്നത്. അത് മറ്റൊരു വലിയ വിപ്ലവകരമായ കണ്ടെത്തലായിരുന്നു. അതുവരെ നമ്മളുടെ ഹ്യൂമൻ മസിൽ പവർ ഉപയോഗിച്ചിരുന്ന നമ്മൾ ഈ ആവി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനിലേക്ക് മാറി. അത് പുതിയ ലോക്കോമോട്ടറുകൾ, അതായത് പുതിയ പുതിയ വാഗണുകളുടെ കണ്ടെത്തലും പുതിയ നല്ല ട്രാൻസ്പോർട്ട് മെത്തേഡുകൾ, സ്പിന്നിങ് മില്ലുകൾ, ഇവരുടെയൊക്കെ കണ്ടെത്തലിന് കാരണമാവുകയും അതുവഴി നമുക്ക് എനർജിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം, അതായത് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലാണ് കോൾ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ ചൂടിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന, അത്രയും കാലം ഉപയോഗിച്ചിരുന്ന കൽക്കരി ഒരു വ്യാവസായിക ഇന്ധനമായിട്ട് മാറുകയും, അതായത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൽക്കരി വൈറലായ ഒരു കാലഘട്ടമാണ് ഈ 1750 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടം. വലിയൊരു ടെക്നോളജിക്കൽ ബൂമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത്. സയൻസ് ആൻഡ് ടെക്നോളജി ഓഫ് കോഴ്സ് വല്ലാതെ തന്നെ വികസിച്ചു. ആൻഡ് ഷീപ്പ്, കുറച്ച് ചെമ്മരിയാടുകൾ. ഈ ചെമ്മരിയാടുകൾ ശരിക്കും എന്താണ് ചെയ്തത്? അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിലാണ് 1ാം വ്യാവസായിക വിപ്ലവം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ അന്നത്തെ കാലത്ത് വൂൾ, അതായത് കമ്പിളിക്ക് ഈ പറയുന്ന ഇംഗ്ലണ്ടില് വലിയ ഒരു ആവശ്യം, വലിയൊരു ഡിമാൻഡ് വരികയാണ്. അപ്പൊ അതോടുകൂടി അന്നുണ്ടായിരുന്ന സർക്കാർ ഇത്തരത്തിൽ ചെമ്മരിയാടുകളെ വളർത്താനായിട്ട് വലിയ തോതിൽ വലിയ ഫാമുകൾക്ക് ഫണ്ടിങ് കൊടുക്കാൻ തുടങ്ങി. അപ്പോ ഈ ചെമ്മരിയാടുകളെ മേയാൻ വിടാനായിട്ട് ഗ്രേസിംഗ് ലാൻഡ്, അവർക്ക് മേച്ചിൽ പുറങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ ഗ്രാമങ്ങളിലുള്ള കർഷകരുടെ കയ്യിൽ നിന്ന്, അതായത് പെസൻസിന്റെ ഒക്കെ കയ്യിൽ നിന്ന് അവരുടെ ഭൂമി മൊത്തത്തിൽ മേടിച്ചിട്ട് ഈ വലിയ വലിയ ഫാമുകൾ ഈ ചെമ്മരിയാടുകളുടെ മേച്ചിൽ പുറങ്ങളാക്കി മാറ്റി. അപ്പൊ ഇത്തരത്തിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ട കർഷകർക്ക് പിന്നെ ഗ്രാമങ്ങളിൽ നിൽക്കുക സാധ്യമല്ലാതായി മാറി. അവര് പട്ടണങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. അപ്പൊ ഇതോടുകൂടി പട്ടണങ്ങളില് ചീപ്പ് ലേബർ, അതായത് വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഒരു തൊഴിലാളികളുടെ ഒരു വരവ്, അതായത് അവരുടെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവാൻ തുടങ്ങി. അതോടുകൂടി നമ്മുടെ സിറ്റികൾ കൂടുതൽ വലുതാകാൻ തുടങ്ങി. സോ ഇതെല്ലാം കൂടിയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ചേഞ്ചിന് കാരണമായത്. ആൻഡ് ഇത് കർദശീയ സ്കെയിലിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? കർദശീയ സ്കെയിലിൽ 0.3 നിന്നിരുന്ന നമ്മൾ ഒറ്റയടിക്ക് 0.6 ഉള്ള ഒരു സിവിലൈസേഷൻ, അതായത് 2 മടങ്ങ് ഒരു വർധനവാണ് നമുക്ക് ഈ ഒരു എനർജി സ്കെയിലിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായത്.
അപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിസ്സംശയം പറയും, നമ്മളുടെ മനുഷ്യ ചരിത്രത്തില് തീയുടെ കണ്ടുപിടുത്തത്തിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ഒരു കുതിച്ചുചാട്ടം ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആയിരുന്നു. നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മളിപ്പോൾ 0.7 ഉള്ള ഒരു സിവിലൈസേഷൻ ആണ്. 1750 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ വെറും 0.1 മാത്രമേ ഈ കെ സ്കെയിലിൽ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളൂ. അതായത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ആൻഡ് വൺ ഡേ സർ യു മേ ടാക്സ് ഇറ്റ്. സർ, ഒരു ദിവസം നിങ്ങൾക്ക് ഇതിൽ നിന്ന് നികുതി പിരിക്കാൻ സാധിച്ചേക്കും. ഇത് വിശ്വവിഖ്യാതനായിട്ടുള്ള നമ്മുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള മൈക്കൽ ഫാരഡെ പറഞ്ഞ വാക്കുകളാണ്. 1830 ഈ കൽക്കരിയിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്കുള്ള നമ്മുടെ ഒരു പരിവർത്തനം ഉണ്ടാകുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മൈക്കൽ ഫാരഡെ കണ്ടുപിടിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് അന്നത്തെ ലണ്ടനിലെ ചാൻസലർ ആയിരുന്ന വില്യം ഗ്ലാഡ്സ്റ്റോൺ ചോദിക്കുകയാണ്, ഈ കണ്ടുപിടുത്തമൊക്കെ കൊള്ളാം, പക്ഷെ ഇത് എന്തിനാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അപ്പൊ അന്ന് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം ആർക്കും അത്രത്തോളം അറിയില്ലായിരുന്നു. അപ്പൊ അന്ന് മൈക്കൽ ഫാരഡെ തികച്ചും പ്രവചനാത്മകമായിട്ടുള്ള ഒരു ഡയലോഗ് പറഞ്ഞു. അതാണ് നമ്മൾ കേട്ടത്. ഒരു ദിവസം സർ നിങ്ങൾക്ക് അതിൽ നിന്ന് നികുതി പിരിക്കാൻ സാധിച്ചു. മൈക്കൽ ഫാരഡെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും യഥാർത്ഥത്തില് ഈ വൈദ്യുതിയുടെ വികസനം കൂടുതലായിട്ടുണ്ടായത് അമേരിക്കൻ ഐക്യനാടുകളിലായിരുന്നു. അവിടെ ഉണ്ടായ വാർ ഓഫ് കറൻസ്, തോമസ് ആൽവ എഡിസണും അതുപോലെ തന്നെ നിക്കോളാസ് ടെസ്ല, ഇവര് തമ്മിൽ ഉണ്ടായിട്ടുള്ള DC കറണ്ട് ആണോ AC കറണ്ട് ആണോ നല്ലത് എന്നുള്ളത് വലിയ തോതിലുള്ള സയന്റിഫിക് അതിന്റെ പുറമെ ഒടുവില് അമേരിക്കയില് ഇത്തരത്തിലുള്ള ഇൻഡക്ഷൻ മോട്ടോറുകളുടെ കണ്ടുപിടുത്തവും ഇലക്ട്രിക് ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകൾ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടു അമേരിക്കയിൽ. ഇത് അമേരിക്കയിൽ രണ്ടാം വ്യാവസായിക വിപ്ലവത്തിലേക്ക് നയിച്ചു. അപ്പൊ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൽക്കരി യുഗത്തിൽ നിന്ന് നമ്മൾ പിന്നീട് 1880 നമ്മൾ കൂടുതൽ ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഒരു യുഗത്തിലേക്ക് വരികയായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ വീണ്ടും കാണും. ആൻഡ് ഇതിനുശേഷം 1850-കളുടെ മധ്യത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ പുതിയ VIP റോക്ക് എന്നാണ്. ഓലിയം എന്ന വാക്കിനർത്ഥം ഓയിൽ എന്നാണ്. സോ പെട്രോളിയം എന്ന വാക്കിനർത്ഥം റോക്ക് ഓയിൽ, അതായത് പാറ എണ്ണ എന്നാണ്. 1859 എർവിൻ ഡ്രേക്ക് പെൻസിൽവാനിയയിൽ ആദ്യമായിട്ട് ഒരു കുഴി കുഴിച്ച് അതിനുള്ളിൽ നിന്ന് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിച്ചു. അതുവരെ ഓയിൽ, ഞാൻ നേരത്തെ കോളിന്റെ കാര്യം പറഞ്ഞ പോലെ, കൽക്കരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുരാതന കാലം തൊട്ട് തന്നെ നമ്മൾ വിളക്കുകളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഒരു കുഴിയിൽ നിന്ന് നമുക്ക് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാമെന്നും അത് റിഫൈൻ ചെയ്യാമെന്നും ഒക്കെയുള്ള ആ ഒരു കണ്ടെത്തല് 1859 സംഭവിക്കുന്നത്. അത് മാത്രമല്ല, അതുവരെ കൽക്കരി ഉപയോഗിച്ച് വർക്ക് ചെയ്തിരുന്ന വലിയ വലിയ ലോക്കോ മോട്ടോറുകൾ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകൾക്ക് വഴിമാറി. ഇത് കൽക്കരികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ടുള്ള എനർജി സോഴ്സുകളാണ് ഈ പറഞ്ഞ വൈദ്യുതിയും അതുപോലെ തന്നെ ഓയിലും. കൽക്കരി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കാർബൺ എമിഷൻ വല്ലാണ്ട് കൂടുതലാണ്. അത് മാത്രമല്ല നല്ല പുക ഉണ്ടാകുന്നുണ്ട്, കരി ഉണ്ടാകുന്നുണ്ട്. പണ്ട് നമ്മുടെ തീവണ്ടികളൊക്കെ നമ്മൾ കരിവണ്ടി എന്നാണ് വിളിച്ചിരുന്നത്. സോ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കൂടുതൽ ക്ലീൻ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്നുള്ള രീതിയിലാണ് ഇലക്ട്രിസിറ്റിയും ഓയിലും നമ്മുടെ മുന്നിലേക്ക് വന്നത്. അത് മാത്രമല്ല, നമ്മുടെ 2 ലോക മഹായുദ്ധങ്ങളും പവർ ചെയ്തിരുന്നത് ഈ ഓയിലാണ്. ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി തന്നെ അന്ന് വിമാനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, യുദ്ധവിമാനങ്ങൾ. അതിന്റെ ആവിർഭാവം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ വിമാനങ്ങളുടെ ഇന്ധനമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള പെട്രോളിയം ആയിരുന്നു. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് പെട്രോളിയം റിഫൈനിങ് കൂടുതൽ ശക്തിപ്പെട്ടു. ഈ 2 ലോക മഹായുദ്ധങ്ങളും ആക്ച്വലി നമ്മുടെ എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ എനർജിയുടെ എവല്യൂഷനിൽ സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചവയാണ്. ഇതിനൊക്കെ പുറമെയാണ് 1908 മുതൽ 1930 വരെയുള്ള കാലഘട്ടത്തിൽ മധ്യപൂർവ്വ ദേശം, അതായത് മിഡിൽ ഈസ്റ്റില് എണ്ണ കണ്ടുപിടിക്കുന്നത്. അതുവരെ ലോകത്തിന്റെ പല ഭാഗത്ത്, ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും ലോകത്ത് ബ്രിട്ടനിലാണെങ്കിലും ഒക്കെയുള്ള എണ്ണയുടെ കണ്ടെത്തല് ഭൂമിക്കടിയിലുള്ള എണ്ണയുടെ ചില പോക്കറ്റുകളായിട്ടായിരുന്നു. അപ്പൊ ഈ പോക്കറ്റുകളിൽ നിന്ന് എണ്ണ എക്സ്ട്രാക്ട് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പരിപാടിയായിരുന്നു. പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണ തികച്ചും വ്യത്യസ്തമായിരുന്നു. അത് വളരെ ഷാലോ ഡെപ്തില്, വളരെ കുറഞ്ഞ ഡെപ്തില്, ഹൈ പ്രഷറിലാണ് ഈ എണ്ണ ഉണ്ടായിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു മിൽക്ക് ഷേക്കിലേക്ക് ഒരു സ്ട്രോ താഴ്ത്തുന്നത് പോലെ എളുപ്പമായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ സൗദിയിലായാലും ഇറാനിലായാലും ഒക്കെ എണ്ണയുടെ വലിയ വലിയ ലേക്കുകൾ ഭൂമിക്കടിയിൽ കണ്ടുപിടിക്കപ്പെടുകയും ഇത് പിന്നീടുള്ള ഒരു ഓയിൽ ബൂമിനെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. ആൻഡ് 1960 നമ്മുടെ ലോകത്തിന്റെ ജിയോ പൊളിറ്റിക്സിനെ തന്നെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, അതായത് OPEC കൺട്രീസ് നിലവിൽ വന്നു.
ഇതോടുകൂടി നമ്മളുടെ ഉപഭോഗം, അതായത് നമ്മുടെ എനർജിയുടെ ഉപഭോഗം കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള രീതിയിലാവുകയും നമ്മൾ കർദഷേവ് സ്കെയിലിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള 0.72 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഉയരുകയും ചെയ്തു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇത്രയും കാലത്തെ എനർജി ഉപഭോഗത്തിനെ പറ്റി പറഞ്ഞാലുള്ള ഒരു രത്ന ചുരുക്കം. ആൻഡ് ഇനി നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. വി ആർ മൂവിങ് ഫ്രം ആൻ ഓയിൽ ബേണിംഗ് പീരീഡ് ടു എ പ്ലഗ് ഇൻ പീരീഡ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ മൊത്തത്തിലുള്ള ഗ്ലോബലി ഉള്ള ഒരു ചേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പൊ പെട്രോളിയം കാറുകൾക്ക് പകരമായിട്ട് പുതുതായിട്ട് നമുക്ക് EVs, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസ് വരുന്നുണ്ട്. നേരിട്ട് എണ്ണ ബേൺ ചെയ്യുന്ന പല യന്ത്രങ്ങളും ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന യന്ത്രങ്ങളിലേക്ക് ഇപ്പൊ വഴിമാറുന്നുണ്ട്. 2023 ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ കണക്കാണ് നിങ്ങളിവിടെ ഇടതുഭാഗത്ത് കാണുന്നത്. നമ്മളുടെ ലോകത്തിലുള്ള മൊത്തം എനർജി ഉപഭോഗം എങ്ങനെയായിരുന്നു. മൊത്തത്തിൽ 20% ഇലക്ട്രിസിറ്റി ജനറേഷൻ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആണ്. 30% ഓയിൽ ബേസ്ഡ് ട്രാൻസ്പോർട്ട് ആണ്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഡീസൽ, പെട്രോൾ, കാറുകൾ, മറ്റുള്ള വാഹനങ്ങൾ. പിന്നെ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫ്യൂൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റിംഗ് ആൻഡ് കുക്കിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ മറ്റുള്ള സംഗതികൾക്കൊക്കെ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ഇങ്ങനെയാണ് നമ്മളുടെ ഒരു എനർജി മിക്സ് ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും, നേരിട്ട് ഓയിൽ ബേൺ ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകൾ നമുക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയുടെ കണക്ക് പ്രകാരം നമ്മൾ 2050 ആകുന്നതോടുകൂടി ഒരു നെറ്റ് സീറോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഇതനുസരിച്ച് കൂടുതൽ EVകൾ വരികയും നേരിട്ട് ഓയിൽ ബേൺ ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ മാറിയിട്ട് പകരം ഇൻഡയറക്റ്റ് ആയിട്ട് ഓയിൽ ബേൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോസസ്സുകളിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ കോളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഓയിൽ വന്നു, കൂടുതൽ ക്ലീനർ ആയിട്ടുള്ള ഓയിൽസ് വന്നു. ഇപ്പൊ ആ ഓയിലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതലും ഇലക്ട്രിസിറ്റി സെക്ടറിലേക്ക് മാറുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് വരുന്നത്? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, എഫിഷ്യൻസിയുടെ കൂടുതലുണ്ട്. 2, ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് റിന്യൂവബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പൊ നമുക്കറിയാം ഇന്നൊരു AI യുഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ എനർജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന സംഗതികളിലൊക്കെ എല്ലാം സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തില് AI ഇൻകോർപ്പറേഷൻ, അല്ലെങ്കിൽ സ്മാർട്ട് സെൻസറുകളുടെ ഇൻകോർപ്പറേഷൻ. അപ്പൊ ഇലക്ട്രിക് കാറുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓട്ടോണോമസ് ഡ്രൈവിംഗ് ടെക്നോളജി, ഇത്തരത്തിലുള്ള പല പല ടെക്നോളജികൾ അതിലേക്ക് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് പെട്രോൾ കാറുകളിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന പല സംഗതികളും, പല മാറ്റങ്ങളും, അതായത് ടെക്നോളജിയുടെ ഇൻകോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മൊത്തത്തില് നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് മാറാനും, ആ ഇലക്ട്രിസിറ്റി റിന്യൂവബിൾ സോഴ്സസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാനും, എന്നിട്ട് നെറ്റ് സീറോ കണ്ടീഷൻ. എന്താണ് നെറ്റ് സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? നെറ്റ് സീറോ കാർബൺ എമിഷൻ. കാർബൺ എമിഷൻ സീറോയിലേക്ക് കൊണ്ടുവരാനുമായിട്ടാണ് ഇന്ന് നമ്മുടെ ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോളിൽ നിന്ന് ഓയിലിലേക്കുള്ള പരിവർത്തനം അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു ഫ്ലോയിങ് ലൈക്ക് എ റിവർ, ഒരു നദി ഒഴുകുന്നത് പോലെ സംഭവിച്ചതാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം കൽക്കരി ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളായാലും ഇൻഡസ്ട്രി ആയാലും ഒക്കെ ധാരാളം കരി പുറപ്പെടുവിക്കുന്നതും തീരെ ക്ലീൻ അല്ലാത്തതുമായിട്ടുള്ള ഒരു യൂസേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ ക്ലീനർ ആയിട്ടുള്ള, കൂടുതൽ എനർജി ഡെൻസിറ്റി ഉള്ള, ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള ഓയിലിലേക്കുള്ള മാറ്റം അതൊരു എവല്യൂഷണറി പ്രോസസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷേ ഈ ഓയിലിൽ നിന്ന് നമ്മുടെ ഇലക്ട്രിസിറ്റിയിലേക്കുള്ള മാറ്റം, ഈസ് ഇറ്റ് പ്യുവർലി എവല്യൂഷണറി? അത് ജസ്റ്റ് ഒരു പരിണാമപരമായിട്ടുള്ള മാറ്റം മാത്രമാണോ? അല്ല എന്നുള്ള കാര്യം നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ദ ഫസ്റ്റ് സിങ്ക് ഈസ് ദ ലാസ്റ്റ് ബ്ലെയിം. ഇന്ന് നമ്മുടെ ലോകത്തിലെമ്പാടും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണ്. നമ്മൾ എല്ലാവരും അതൊക്കെ കാണുന്നതാണ്. അപ്പോ ഇന്ന് ലോകത്തിലുള്ള പല രാജ്യങ്ങളും, അല്ലെങ്കിൽ പല പ്രദേശങ്ങളും ഇപ്പോ കടലിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജക്കാർത്ത, ടുവാലു, ടോങ്കോ, വെനീസ്, ധാക്ക, മനില, ഒരുപാട് സിറ്റീസ് ഉണ്ട്. ഇവരെല്ലാവരും സമുദ്രനിരപ്പിൽ നിന്ന് എയ്തർ താഴെയോ അല്ലെങ്കിൽ ഒരല്പം മാത്രം മുകളിലോ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടേക്കൊക്കെ ഈ ഗ്ലോബൽ വാർമിംഗ്, ഹരിതഗ്രഹ വാതക പ്രഭാവം മൂലം ഉണ്ടാകുന്ന മഞ്ഞുരുകൾ കടലിലെ ജലനിരപ്പ് ഉയർത്തുകയും ഈ പറഞ്ഞ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം കടലിനടിയിലേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഇത് ഗ്രാജുവലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. 1-2 ഡിഗ്രി നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് ആവറേജ് ആയിട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ 2 പോളാർ റീജിയനുകളിലുമുള്ള ഐസ് ക്യാപ്പുകൾ മെൽറ്റ് ആയി തീരും. ഇത് വലിയ തോതിലുള്ള ഒരു സമുദ്രനിരപ്പ് ഉയരുന്നതിനും അതുവഴി ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ കടലിനടിയിലാകാനുമുള്ള സാധ്യതയുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ പ്രദേശങ്ങൾ ഒന്നും തന്നെ
ഈ പറയുന്ന രീതിയിലുള്ള ഒരു നെറ്റ് കാർബൺ എമിഷനിൽ മുന്നിൽ നിൽക്കുന്ന സ്ഥലങ്ങളല്ല. അമേരിക്ക, ചൈന, ഇന്ത്യ പോലെയുള്ള വലിയ വലിയ ഇൻഡസ്ട്രിയൽ എക്കണോമീസ്, ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഗ്ലോബലി ഉള്ള കാർബൺ എമിഷനിലേക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ഹു ഈസ് പേയിങ് ദ പ്രൈസ്? ആരാണ് ഇതിന് വില കൊടുക്കുന്നത്? ആദ്യം വില കൊടുക്കേണ്ടി വരുന്നത് ഇതിൽ പ്രത്യേകിച്ച് ഒരു പങ്കും വഹിക്കാത്ത ഒരുപാട് പ്രദേശങ്ങളാണ്. ഇത് വളരെ വലിയൊരു എക്സിസ്റ്റൻഷ്യൽ അർജൻസി, അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വത്തിന് തന്നെയുള്ള ഒരു വലിയ ഭീഷണിയാണ്. അപ്പോൾ കോളിൽ നിന്ന് എണ്ണയിലേക്കുള്ള മാറ്റം അതൊരു എവല്യൂഷണറി പ്രോസസ് ആയിരുന്നെങ്കിൽ, ഇവിടെ നമ്മൾ എണ്ണയിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്കുള്ള ഒരു മാറ്റം അതൊരു കേവലം പരിണാമ പ്രക്രിയ എന്നുള്ളതിലുപരിയായിട്ട് ഇറ്റ്സ് ആൻ എക്സിസ്റ്റൻഷ്യൽ അർജൻസി. അതൊരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ്. മാത്രമല്ല, ഓഫ് കോഴ്സ് ക്ലീനർ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നത്. കൂടുതൽ എഫിഷ്യൻസി ഉണ്ട്. അത് മാത്രമല്ല, ഇന്ന് നമുക്കറിയാം നമ്മളുടെ ലോകത്തിലുള്ള ഓയിൽ റിസോഴ്സുകളെല്ലാം വളരെ റാപ്പിഡ് ആയിട്ട് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 50-70 വർഷങ്ങൾക്കപ്പുറം ഈ എണ്ണയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സിൽ നമ്മുടെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഓയിൽ റിഗുകളിൽ പലതും അവരുടെ ഗോൾഡൻ ഏജ് കഴിഞ്ഞവയാണ്. അപ്പൊ ഇനിയുള്ള ഒരു 70 വർഷങ്ങൾക്കപ്പുറം എന്തായിരിക്കും നമ്മുടെ എനർജി അല്ലെങ്കിൽ എനർജി സോഴ്സ് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് പവർ, നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയെ പ്രോപ്പറായി കൺട്രോൾ ചെയ്യാനും എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കാനുമായിട്ടുള്ള AI, അത് മാത്രമല്ല സ്മാർട്ട് ടെക്നോളജികളുടെ ഇൻകോർപ്പറേഷൻ, ഇതൊക്കെ ഇലക്ട്രിസിറ്റിയിലേക്കുള്ള മാറ്റത്തിനെ ത്വരിതപ്പെടുത്തുന്നവയാണ്. ഇത് മാത്രമല്ല, ലോകത്തുനിന്ന് പല രാജ്യങ്ങളും എനർജി സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെല്ലാം സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെയും 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒക്കെ ഉപയോഗിക്കാനുള്ള ഓയില് നമ്മൾ നമ്മുടെ രാജ്യത്ത് വലിയ വലിയ കാവേണുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഒക്കെ വരികയാണെങ്കിൽ ഈ ഓയിലിന്റെ മേലെ സ്വാധീനമുള്ള രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുടെ മേലെ അവരുടെ ഓരോ കൺസ്ട്രെയിൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകരാജ്യങ്ങൾ പലരും ഭയക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബലി സെൻട്രലി പ്രൊഡ്യൂസ് ചെയ്യുന്ന എണ്ണയേക്കാൾ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയാണ് അവർ കൂടുതലായിട്ട് ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എണ്ണയിൽ നിന്ന് ഇലക്ട്രിസിറ്റിയിലേക്കുള്ള നമ്മുടെ മാറ്റത്തിനെ ത്വരിതപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് നമ്മുടെ ലോകത്ത് നമ്മൾ എല്ലാവരും ഇന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം, ദ ഗ്രീൻ എനർജി. സോളാർ, വിൻഡ് എനർജി, ഇവയെല്ലാം ഇന്ന് ലോകത്ത് ഒരു ഗ്രീൻ എനർജിയുടെ രൂപത്തിൽ മുന്നോട്ടേക്ക് പറയപ്പെടുന്നവയാണ്. അപ്പൊ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് 2 രാജ്യങ്ങളുടെ ഉദാഹരണമാണ്. ഒന്ന് ജർമ്മനിയും മറ്റൊന്ന് ഫ്രാൻസും. ഇത് ഞാൻ ഇവരെ എടുക്കാനായിട്ട് കാരണം ഈ അടുത്ത കാലത്ത് എനർജി പോളിസിയിൽ വളരെ റാപ്പിഡ് ആയിട്ടുള്ള 2 ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള 2 രാജ്യങ്ങളാണ് ജർമ്മനിയും ഫ്രാൻസും. നമ്മുടെ ഇന്ത്യ, US, ചൈന ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാവരും ഇപ്പോഴും മെജോറിറ്റി, അതായത് 60% കോൾ, അതായത് കൽക്കരിയാണ് അവരുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ ജർമ്മനി വളരെ അടുത്ത കാലത്ത് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഡെസിഷൻ എടുത്തു. അവർ ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വിൻഡ്, സോളാർ എനർജികളെ കൂടുതൽ ശക്തിപ്പെടുത്തി. അപ്പൊ വിൻഡ്, സോളാർ, ഹൈഡ്രോ എനർജി, ഈ 3 എനർജികളെയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു രീതിയിലുള്ള, അതായത് ജിയോ തെർമൽ എനർജി ഇതൊക്കെ ഉണ്ട്, പക്ഷെ അതെല്ലാം വളരെ കുറഞ്ഞ അളവിലേ ഉള്ളൂ. അപ്പൊ ജർമ്മനി പൂർണ്ണമായിട്ടും അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകളെ 2023 അടച്ചുപൂട്ടി. അവരെന്നിട്ട് പൂർണ്ണമായിട്ടും വിൻഡ്, സോളാർ എനർജികളിലേക്ക് മാറാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷെ എന്നാലും അവർക്ക് ഫോസിൽ ഫ്യൂൽസ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നുണ്ട്. 38% 2023 അവർ ഫോസിൽ ഫ്യൂൽസ് ഉപയോഗിച്ചു. പക്ഷെ യൂറോപ്പിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള ഫ്രാൻസ്, അവരുടെ പോളിസി വളരെ ക്ലിയർ ആണ്. അവർ ഇത്തരത്തിലുള്ള ഒരു റിന്യൂവബിൾ മാറ്റത്തിലേക്ക് മാറിയിട്ടില്ല. മറിച്ച് ഏകദേശം 70%, 64.8% അവരുടെ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് ആശ്രയിക്കുന്നത് ന്യൂക്ലിയർ പവർ പ്ലാന്റുകളെയാണ്, അതായത് ന്യൂക്ലിയർ റിയാക്ടറുകളെയാണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് വളരെ എവിഡന്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഡു യു തിങ്ക്? ഇതിൽ ഏത് എക്കണോമിയാണ് അല്ലെങ്കിൽ ഇതിൽ ഏത് ഇലക്ട്രിസിറ്റി ജനറേഷൻ മിക്സ് ആണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മളുടെ കൂടുതൽ ഗ്രീൻ ആയിട്ടുള്ള ഒരു ചേഞ്ച്, അല്ലെങ്കിൽ കൂടുതൽ ഗ്രീൻ ആയിട്ടുള്ള ഒരു എക്കണോമി? വാട്ട് ഡു യു തിങ്ക്? എനിവൺ? ഒരു സ്ഥലത്ത് കൂടുതലായിട്ടും സോളാർ, വിൻഡ് എനർജീസ് യൂസ് ചെയ്യുന്നു, മറ്റൊരു സ്ഥലത്ത് പൂർണ്ണമായിട്ടും ന്യൂക്ലിയറിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ വിച്ച് വൺ വിൽ ബി ഹാവിങ് ഇറ്റ്സ് സ്മോളസ്റ്റ് ഇമ്പാക്ട് ഓൺ നേച്ചർ? പ്രകൃതിയിൽ ഏറ്റവും കുറഞ്ഞ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ആരായിരിക്കും? വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ.
ആണോ? എനിക്ക് പ്രസന്റ് ചെയ്യുന്നത് കാരണം കമന്റ് ബോക്സ് കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വായിക്കാൻ സാധിക്കുമോ ഏഞ്ചൽ? ന്യൂക്ലിയർ വിൻഡ് ഒക്കെയാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയർ, വിൻഡ്, സോളാർ. അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും കുറഞ്ഞ ഇമ്പാക്ട് ഉണ്ടാക്കുന്നതെന്ന്. ഇവിടെ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണാൻ സാധിക്കും 2024 ഗ്ലോബൽ കാർബൺ എമിഷൻ പെർ കിലോവാട്ട് അവർ ഓഫ് എനർജി പ്രൊഡക്ഷൻ. അതായത് ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ജർമ്മനിയും ഫ്രാൻസും എത്രത്തോളം കാർബൺ എമിഷൻ നടത്തി എന്നുള്ള ഒരു കണക്കാണ് നമ്മളിവിടെ കാണുന്നത്. ജർമ്മനി ഏകദേശം 325 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പെർ യൂണിറ്റ് എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ ഫ്രാൻസ് ആണെങ്കിൽ ജസ്റ്റ് 21.3 ഗ്രാം ആണ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ നമ്മുടെ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. ഇന്ത്യയിൽ കൂടുതലും കൽക്കരി, അതായത് കോളാണ് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. 713 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് സംഭവിച്ചത്? ഇത് യൂറോപ്പില് വളരെ, അല്ലെങ്കിൽ യൂറോപ്പിലല്ല ഗ്ലോബൽ ലെവലിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു മോഡലാണ് ജർമ്മനിയുടെ മോഡല്. അവർ വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. അവര് 2023 ആയതോടുകൂടി പൂർണ്ണമായിട്ടും പെട്ടെന്ന് അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾ എല്ലാം അടച്ചുപൂട്ടുകയാണ്. എന്നിട്ട് റിന്യൂവബിളിലേക്ക് പെട്ടെന്നുള്ള ഒരു മാറ്റമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ജർമ്മനി എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രി അല്ല, മറിച്ച് അവർ കുറച്ചും കൂടി ഒരു നോർത്തേൺ ഹെമിസ്ഫിയർ ഉള്ള രാജ്യമാണ്. ആൻഡ് there the wind doesn't blow every day or sun doesn't shine every day. സൂര്യൻ എല്ലാ ദിവസവും ഉണ്ടാവുന്നില്ല, കാറ്റ് എല്ലാ ദിവസവും വീശുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇന്റർമീഡിയന്റ് ആയിട്ട് മാത്രമേ അവർക്ക് എനർജി പ്രൊഡക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്നുള്ളൂ. ഈ കാറ്റ് നന്നായിട്ട് വീശുമ്പോൾ, സൂര്യൻ നന്നായിട്ട് ഷൈൻ ചെയ്യുമ്പോൾ ഇവരുണ്ടാക്കുന്ന എനർജി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളുടെ ടെക്നോളജിക്കൽ ലിമിറ്റേഷൻസ് അനുസരിച്ച് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഇത്തരത്തിൽ എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ബാറ്ററി ടെക്നോളജി ഇപ്പോഴും ഡെവലപ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് എനർജി ഡെഫിസിറ്റ് അനുഭവപ്പെടുകയാണ്. അതായത് ജർമ്മനിക്ക് ഈ വേണ്ട എനർജി മുഴുവനായിട്ട് ഈ പറയുന്ന റിന്യൂവബിൾ സോഴ്സസിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല.